ഗുഡ് ഈവനിങ് ഓൾ. സംവിധായകനാണ് ഇതിന്റെ വീട്ടിലുള്ള. പെട്ടെന്ന് പ്രസ് മീറ്റ് വിളിക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് 2 ഡേറ്റോളം അനൗൺസ് ചെയ്തു. ഏപ്രിൽ 3 ആദ്യം വരാനിരുന്നത്, ഏപ്രിൽ 17 മാറിയത്. പ്രൊമോഷൻ വർക്കും കാര്യങ്ങളും എല്ലാം നടന്നിട്ടും എന്തുകൊണ്ട് ഈ സിനിമ പുറത്തു വരുന്നില്ല എന്ന് കുറെ ആളുകൾ ചോദിക്കുന്നുണ്ട്. ഈ ചിലർ അറിഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ്, നമ്മള് എന്താണ് ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നതിന് വേണ്ടി തന്നെയാണ്. എന്താണ് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്ന് പറയാനാണ് ഈ പ്രസ് കോൺഫറൻസ് വിളിച്ചിരിക്കുന്നത്. ആഭ്യന്തര കുറ്റവാളിക്ക് എതിരെ ഇപ്പം വിവേക് വിശ്വം എന്ന് പറഞ്ഞു കൊടുത്ത ഒരാളുടെ പരാതിയുടെ പേരിലാണ് ഈ ചിത്രത്തിന്റെ സംപ്രേഷണം ഇപ്പം നടക്കാത്തത്. അപ്പം വിവേകിന്റെ ഇഷ്യൂ എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ആഭ്യന്തര കുറ്റവാളിക്ക് ഇതൊക്കെ എങ്ങനെ വന്നു എന്ന് എനിക്ക് പറയേണ്ടതുണ്ട്. ആഭ്യന്തര കുറ്റവാളി ആദ്യം ഞാൻ ആസിഫിന്റെ ഡേറ്റ് എടുത്തതിന് ശേഷം എനിക്ക് അഡ്വാൻസ് തന്നതും പടം പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞതും ഈസി ഫ്ലൈ പ്രൊഡക്ഷൻസ് ആണ്. അതിന്റെ പ്രൊഡ്യൂസേഴ്സ് 2 പേരാണ്. പാർട്ട്നേഴ്സ് ഒന്ന് അജീമയുടെയും പിന്നെ തൗഫീഖ് എന്ന് പറഞ്ഞ 2 പേരാണ് എനിക്കും ആസിഫിനും അഡ്വാൻസ് തന്നത്. എന്നാൽ അഡ്വാൻസ് 3 മാസം കഴിഞ്ഞിട്ടും പടം മുന്നോട്ട് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ അവരുടെ അതിന് അത്രയും ഫണ്ട് റേസ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായിരുന്നു. ഞാൻ നേരെ ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയനാണ് ആദ്യം പരാതി അയക്കുന്നത്. ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ ഈ പരാതി പഠിച്ചു, അവരത് ജെന്യുവൻ ആണെന്ന് കണ്ടിട്ട് ഡയറക്ടേഴ്സ് യൂണിയൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കൈമാറി. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഈ സിനിമ അവരെ കൊണ്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ പുതിയൊരു പ്രൊഡ്യൂസറെ കണ്ടെത്തുക, അഡ്വാൻസ് തിരിച്ചിട്ട് കൊടുത്ത് എഗ്രിമെന്റ് ക്ലോസ് ചെയ്യാം എന്നാണ്. അങ്ങനെയാണ് നൈസാമിക്ക കാണുന്നതും കഥ പറയുന്നത്. അപ്പൊ നൈസാം സലാം പ്രൊഡക്ഷൻസ് ഇത് പ്രൊഡ്യൂസ് ചെയ്യാവുന്നതായിരുന്നു. ചേംബറിൽ വെച്ചിട്ടാണ് ഇതിന്റെ എഗ്രിമെന്റും പരിപാടികളും എല്ലാം നമ്മൾ നടത്തിയിട്ടുള്ളത്. അപ്പൊ എനിക്ക് തന്ന അഡ്വാൻസും ആസിഫിന് തന്ന അഡ്വാൻസും ഞങ്ങൾ തിരിച്ചിടുകയുണ്ടായി. ഈസി ഫ്ലൈറ്റിലേക്ക് തന്നെ അവരുടെ ജോയിന്റ് അക്കൗണ്ടാണ്, അതിലേക്കാണ് ഇട്ടത്. 3 മാസത്തെ പ്രീ പ്രൊഡക്ഷൻ എക്സ്പെൻസ് അതും നമ്മുടെ പുതിയ പ്രൊഡ്യൂസർ മീറ്റ് ചെയ്തിട്ടുണ്ട്. ആ എഗ്രിമെന്റ് അവിടെ ഒരു വക്കീലിന്റെ സാന്നിധ്യത്തിലാണ് ഈ ചേംബറിൽ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ട് പടം പ്രൊഡക്ഷനിലേക്ക് പോകുന്നത്. അതിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പിൽ വരുന്ന ഒരു ബാധ്യതയും നമ്മൾക്കില്ല. എന്തുകൊണ്ടാണ് അവർക്ക് പുതിയൊരു പ്രൊഡ്യൂസർ വരുന്നതും അയാള് മുടക്കിയ ഒരു തുകയുണ്ട്. അതായത് ആദ്യം ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അവർ മുടക്കിയ തുക എന്ന് പറയുന്നത് എനിക്കും ആസിഫിന് നിന്ന അഡ്വാൻസ് ആണ്. അത് ഞങ്ങൾ അന്ന് തന്നെ ഈ പറയുന്ന എഗ്രിമെന്റ് എഴുതുന്ന ദിവസം തന്നെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് അത് കഴിഞ്ഞ് പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അനൗൺസ് ചെയ്തു. അത് ഒരു ദിവസം പെട്ടെന്ന് കൊണ്ടുവന്ന് ഒളിച്ചൊന്ന് ഷൂട്ട് ചെയ്ത സിനിമയില്ല. 45 ദിവസം എടുത്ത് തൃപ്രയാറും കുന്നംകുളം, ഇടുക്കി എന്നീ ഏരിയകളിലാണ് ഈ സിനിമയുടെ ഷൂട്ട് കംപ്ലീറ്റ് ആയത്. ഷൂട്ട് കംപ്ലീറ്റ് ആയി വൺസ് ഇത് നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷൻ തുടങ്ങാൻ നേരത്താണ് നമുക്ക് ഇതിൽ ആദ്യത്തെ പരാതി വരുന്നത്. അത് ജില്ലാ കോടതിയിലാണ് ആദ്യത്തെ ഒരു സ്റ്റേ വരുന്നത്. അപ്പം ജില്ലാ കോടതിയിലെ സ്റ്റേയില് വിവേക് വിശ്വം എന്ന് പറയുന്ന ആള് പറഞ്ഞിരിക്കുന്നത് അയാളുടെ കയ്യിൽ നിന്ന് 1,55,00,000 രൂപ വാങ്ങിച്ചിട്ട് ഈ പടം മറ്റൊരാൾക്ക് മറച്ചു വിറ്റു എന്നാണ് അതിനകത്ത് പറഞ്ഞ ഒരു അലിഗേഷൻ. അപ്പൊ ഈ 1,55,00,000 ആര് വാങ്ങിച്ചു? ഈസി ഫ്ലൈ പ്രൊഡക്ഷൻസിലെ തൗഫീഖിനാണ് കൊടുത്തേക്കണേന്ന് പറഞ്ഞു. അങ്ങനെ അയാളത് സമ്മതിച്ചിട്ടുമുണ്ട്. ഈ തൗഫീഖ് എന്ന് പറഞ്ഞാൽ ഇത് എന്ന് കൊടുത്തു? 2020-നും 2022-നും ഇടയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. ഈ കേസ് ജില്ലാ കോടതിയിൽ നമ്മൾ വാദിക്കാനായിട്ട് നമ്മൾ വക്കീലിനെ വെച്ചു. ജില്ലാ കോടതിയിൽ നമ്മൾ അപ്പിയർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പം ജില്ലാ കോടതി ഈ കേസ് ഡിസ്മിസ് ചെയ്യാൻ എടുത്ത തീരുമാനത്തില് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഈ കേസിൽ ഈ വിവേക് വിശ്വം എന്ന് പറഞ്ഞ ആൾക്ക് 2022 മുതൽ ഇവര് തൗഫീഖ് റീപേ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് 24-ല് ഷൂട്ട് കിടക്കുന്ന ഒരു പടത്തിന് 2020-ലോ അല്ലെങ്കിൽ 2022-ലോ ഉണ്ടാകുന്ന ഫണ്ട് ഇതിന്റെ പേരിൽ എഴുതി ചേർക്കുന്നത്? പ്രഥമദൃഷ്ട്യാ നൈസാം സലാമോ ആഭ്യന്തര കുറ്റവാളിയും അതിന്റെ അണിയറ പ്രവർത്തകരോ ഈ പറയുന്ന വിവേക് വിശ്വത്തിന്റെ കയ്യിൽ കാശ് വാങ്ങിച്ചിട്ടില്ല. അത് ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കോടതിയിൽ ഫൈറ്റ് ചെയ്യാം എന്ന് തന്നെ തീരുമാനിച്ചത്. ഈ പറഞ്ഞ അപ്പം നമ്മൾ കോടതിയിൽ ഫൈറ്റ് ചെയ്തു. ജില്ലാ കോടതി ഈ കേസ് സത്യമല്ല എന്ന് കണ്ട് അത് റിജക്ട് ചെയ്യുകയാണ് ചെയ്തത്. അതിന്റെ ഓർഡറിന്റെ കോപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും തരാം. ബിക്കോസ് അതിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ വിവേക് വിശ്വം എന്ന് പറയുന്ന ആള് ഇതിനു മുമ്പ് ഇതേ 1,55,00,000 പേരില് 2 കേസുകൾ ഈ തൗഫീഖ് എന്ന് പറഞ്ഞ ആളുടെ പേരിൽ കൊടുത്തിട്ടുണ്ട്. അതിലൊരു കേസ് തിരുവനന്തപുരം കമ്മീഷണർ ഓഫീസിലാണ് കൊടുത്തിട്ടുള്ളത്. അതില് വിവേക് വിശ്വം പറഞ്ഞിരിക്കുന്നത് ഉംറ ബിസിനസ്സിന്, അതായത് തൗഫീഖിന് ഉംറ എന്ന് പറയുന്ന ഒരു പരിപാടിക്ക് ആളെ കെട്ടിവിടുന്ന ട്രാവൽ ഏജൻസി ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് ഈ കാശ് കൊടുക്കുന്നത്. അത് കാശ് കൊടുത്തതിന് ശേഷം അങ്ങനെ
ഇവർ തമ്മിലൊരു ഡോക്യുമെന്റേഷന്റെ അടിസ്ഥാനത്തിൽ ഇയാളുടെ പേരിൽ ഒരു 8 ചെക്ക് കേസ് നിലവിലുണ്ട്. 8 ചെക്ക് കേസ് ഈ തൗഫീഖിന്റെ പേരിൽ ഈ വിവേക് വിശ്വം കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തിരിക്കുന്ന എന്താ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ ട്രാവൽ ഏജൻസി ബിസിനസ്, അതായത് ഹജ്ജ് ഉംറ സർവീസിലേക്കാണ് ആ കാശ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത് അതേ ഈ 1,55,00,000 രൂപയുടെ പേരിൽ വേറൊരു ക്ലൈന്റ് പാലാരിവട്ടം സ്റ്റേഷനിൽ കൊടുത്തിരിക്കുന്ന കംപ്ലൈന്റ് സിനിമയിൽ അഭിനയിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് ഇയാളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്ന 1,55,00,000 രൂപയുടെ പേരിൽ ഇയാൾ 3 പ്രാവശ്യം 3 അലിഗേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒന്ന് ട്രാവൽ ഏജൻസി ബിസിനസ്, രണ്ടാമത് സിനിമയിൽ അഭിനയിപ്പിക്കാന്ന് പറഞ്ഞു. പക്ഷെ ഇതെല്ലാം നിലനിൽക്കുന്ന സമയത്ത് തന്നെ ഈ പറയുന്ന ഈസി ഫ്ലൈ എന്ന് പറയുന്ന പ്രൊഡക്ഷൻ ഹൗസിനോ ഈ വിവേക് വിശ്വം എന്ന് പറയുന്ന വ്യക്തിയോ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല, എന്റെ ലൈഫിൽ കണ്ടിട്ടില്ല, ഈ നിമിഷം വരെയും കണ്ടിട്ടില്ല. ഇവര് എന്നെ കഴിഞ്ഞ ഇപ്പൊ ഈ ജില്ലാ കോടതിയുടെ ഓർഡർ വന്നതിന് ശേഷം സ്വാഭാവികമായിട്ട് ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കാനും നമ്മുടെ സിനിമ വീണ്ടും അടുത്തടുത്തൊരു വേറൊരു വിഷയത്തിലൂടെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഓർഡർ കിട്ടിയിട്ട് പോലും ശരി അതൊരു തെറ്റിദ്ധാരണയായിരുന്നു, അത് വിട്ടേക്കാമെന്ന് വിചാരിച്ചതിന് ശേഷമാണ് നമ്മുടെ റിലീസ് 17-ാം തീയതി ഫിക്സ് ചെയ്തിരുന്നു. ആ 17-ാം തീയതി ഒരു 7-ാം തീയതി മുതൽ ഒരു വാട്സപ്പ് കോളിലാണ് എനിക്ക് കോള് വരുന്നത്. ഹൈക്കോടതിയിൽ നിന്ന് ഇങ്ങനെ ഒരു ഓർഡർ ഉണ്ട്, നിങ്ങളുടെ സിനിമ റിലീസ് ചെയ്യണമെങ്കിൽ 50 ലക്ഷം രൂപ ഞാൻ കൊടുക്കണം, വിവേക് വിശ്വൻ. അപ്പൊ ഞാൻ വിവേകിനോട് പറഞ്ഞു, ഫോണിലാണ് വാട്സപ്പിലാണ് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു ഈ 50 ലക്ഷം രൂപ ഞാൻ എന്ത് അടിസ്ഥാനത്തിലാണ് തരുന്നത്? ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല, നിങ്ങളെ ഇന്ന് വരെ കണ്ടിട്ടില്ല, ഈ പറയുന്ന പ്രൊഡ്യൂസേഴ്സിനെ ഞാൻ കണ്ടിട്ടില്ല. എന്റെ ലീഗൽ അഡ്വൈസർ പോയിട്ടാണ് ഫിലിം ചേംബറിൽ ഇരുന്നിട്ട് ഇവർ എഗ്രിമെന്റ് ഉണ്ടാക്കുന്നത്. ഈ എഗ്രിമെന്റിനകത്ത് ആകെ ഇവരും ഞാനും ആ സിനിമയോടുള്ള ബന്ധം ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന ടൈറ്റിൽ മാത്രമാണ്. ഈ ടൈറ്റിലിന്റെ ഒറ്റ പേരിലാണ് ഈ പടം ഇങ്ങനെ സ്റ്റേയിലോട്ട് എത്തിയത്. ഇപ്പൊ ജില്ലാ കോടതി വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഈ തൗഫീഖിനെതിരെ പല പ്രാവശ്യം വിവേക് വിശ്വം ഇതേ എമൗണ്ടിന്റെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട്. അത് കോടതിയിൽ നിൽക്കുന്ന കേസാണ്, 8 ചെക്ക് കേസായിട്ട് നിൽക്കുന്ന കേസ്. അപ്പൊ ഇപ്പൊ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യാം, നമുക്ക് പണം തന്ന ആ കമ്പനിയിലുള്ള ആ പാർട്ട്നേഴ്സിനെ വിളിച്ചു വരുത്തി സംസാരിക്കുമ്പോൾ പറഞ്ഞത് ഇവര് തമ്മിലുള്ള ഇഷ്യൂ ഇങ്ങനെ സ്വാഭാവികമായിട്ട് നിൽക്കുകയാണ്. അത് ഈ കേസ് പിൻവലിക്കണമെങ്കിൽ തൗഫീഖിന്റെ കേസ്, അതായത് ഈ ഈസി ഫ്ലൈയുമായിട്ടുള്ള സാമ്പത്തിക ഇടപാട് അയാൾ പിൻവലിക്കാൻ 25 ലക്ഷം രൂപ കൊടുത്താൽ മതി എന്ന്. അത് കഴിഞ്ഞ ശേഷം എന്നെ വിളിക്കുകയാണ്, എന്നോട് പറയുന്നത് അവര് തമ്മിലുള്ള ഇഷ്യൂ കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി പക്ഷെ ഞാൻ 25 ലക്ഷം കൊടുക്കണം എന്റെ സിനിമയെ വിടാൻ. ഞാൻ പറയാണ്, ഞാൻ ഇവരുടെ അടുത്ത് നിന്ന് ഒരു ചായ പോലും മേടിച്ചു കണ്ടിട്ടില്ല ലൈഫിൽ. ഇവര് ചലഞ്ച് ചെയ്യാണ്, ഇവര് എന്തെങ്കിലും തെളിവ് ഈ ഈസി ഫ്ലൈയോ വിവേക് വിശ്വൻ എന്ന് പറയുന്ന വ്യക്തിയോ ഞാനുമായിട്ടൊരു ട്രാൻസാക്ഷൻ, ഒരു സാമ്പത്തിക ഇടപാടോ അല്ലെങ്കിൽ ഈസി ഫ്ലൈ എന്ന് പറയുന്ന കമ്പനിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് 9 ലക്ഷം രൂപ ഇവര് പ്രീ പ്രൊഡക്ഷൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഈ ഡയറക്ടറും എല്ലാം പറഞ്ഞതിന് ശേഷം ഞാൻ കൊടുത്തതാണ്. ഇവര് രണ്ടുപേരും എനിക്കൊരു വിധത്തിലുള്ള പ്രൂഫും ഇല്ല. കാരണം ഞാൻ അങ്ങോട്ട് സംസാരിക്കുന്ന പോലും 7-ാം തീയതി, കാരണം ഈ കേസ് കോടതി എനിക്ക് അനുകൂലമായിട്ട് വിധി തന്നതിന് ശേഷം ഞാൻ ഇവരോട് സംസാരിക്കേണ്ട കാര്യമില്ല. ജില്ലാ കോടതിയിൽ ഇങ്ങനൊരു ഓർഡർ വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇവര് കഴിഞ്ഞ 7-ാം തീയതി മുതൽ നിരന്തരം രാത്രിയിൽ മിക്ക ദിവസങ്ങളിൽ എന്നെ വിളിക്കാറുണ്ട്. തൗഫീഖുമായിട്ടുള്ള ഇഷ്യൂ വിടാം, അത് വേറെ വിഷയമാണ്, സിനിമയുമായിട്ടുള്ളതിന് ഞാൻ 25 lakhs കൊടുക്കും. അപ്പോൾ ഇപ്പൊ പറയുന്നത് പറഞ്ഞാൽ 50 ലക്ഷം രൂപ ഇന്നലെ പോലും എന്താ പറഞ്ഞെന്ന് പറഞ്ഞാൽ 50 ലക്ഷം രൂപ ഇന്നാണെങ്കിൽ 50 ലക്ഷം, നാളെ ആണെങ്കിൽ 1 കോടി. അപ്പൊ എനിക്ക് വേറെ മാർഗമില്ല. എങ്ങനെയാണ് ഇവര് ജില്ലാ കോടതിയിൽ നിന്ന് ഒരു ഓർഡർ സമ്പാദിച്ചെന്ന് എനിക്കിപ്പോഴും അറിയില്ലല്ലോ. ഹൈക്കോടതി ഞാൻ അതിൽ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി. അപ്പൊ എനിക്ക് എന്റെ പടം എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യണം, കാരണം 8-9 കോടി രൂപ മുടക്കിയ പടമാണ്. ഞാൻ ഒരു 25 ലക്ഷം രൂപ അല്ലെങ്കിൽ ഇവരുമായിട്ട് എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുണ്ടെങ്കിൽ ഇവരെന്നോട് ചോദിക്കുന്ന 25 ലക്ഷം, ഞാൻ 25 ലക്ഷം കൊടുത്തിരിക്കും. കാരണം ഞാനുമായിട്ട് സാമ്പത്തിക ഇടപാട് ഉണ്ടെങ്കിൽ ഈ 9 കോടി രൂപയുടെ ബാധ്യത ഞാൻ ഈ എന്റെ സിനിമ ഇറങ്ങാതിരിക്കാൻ ഞാൻ തടസ്സം നിൽക്കേണ്ട കാര്യമില്ല. ഞാൻ ആ കാശ് കൊടുത്താൽ മതി. ഞാൻ വാങ്ങിയിട്ടില്ല, ഈ സിനിമയ്ക്ക് എന്റെ കമ്പനിക്കോ എന്റെ ക്രൂവിനോ ആർക്കും ഒരു ബന്ധമില്ല എന്ന് ഉറപ്പുള്ളതാണ് ഞാനായിട്ടാണ് സുപ്രീം കോടതി പോയത്. സുപ്രീം കോടതിയിൽ ഞാൻ പോയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നുന്ന 5-ാം തീയതി കൂടി അതിനൊരു തീരുമാനം ഉണ്ടാവും. ഈ മാസം മെയ് പകുതിയോടുകൂടി ഈ പടം റിലീസ് ചെയ്യാനാണ് നമ്മളുടെ തീരുമാനം. അത് കോടതിയിൽ നിന്ന് തീർച്ചയായിട്ടും ഞാൻ ഇപ്പോഴും ഈ വിവേക് വിശ്വനെ ചലഞ്ച് ചെയ്യുന്നു, ഈസി ഫ്ലൈയെ ചലഞ്ച് ചെയ്യുന്നു. എന്തെങ്കിലും ഒരു പ്രൂഫ്, ഒരു ഞാനും അവരുമായിട്ട് നേരിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുള്ളത്. പിന്നെ ആകെ ഇത് ഈ സിനിമയുമായിട്ട് കണക്ട് ചെയ്യുന്നത് നേരത്തെ പ്രൊഡ്യൂസ് ചെയ്യാനിരുന്ന അവരുടെ തമ്മിലുള്ളൊരു പേഴ്സണൽ ബാധ്യതയാണ്.
അതിനെ എങ്ങനെ ഇതിനകത്ത് കൊണ്ടൊന്ന് കണക്ട് ചെയ്തെന്ന് എനിക്കറിയില്ല. ഇപ്പോഴും ഈ തൗഫീഖ് എന്ന് പറയുന്ന ആളിനെ ഞാൻ ബന്ധപ്പെട്ടപ്പോൾ അയാൾ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ, ഞാൻ കാശ് കൊടുത്താൽ അവർ നിങ്ങളെ സിനിമയെ വിടില്ല എന്ന് പറയും. അത് അവര് തമ്മിലുള്ള ബാധ്യത എങ്ങനെയാണ്? എന്റെ കമ്പനിയും എന്റെ സിനിമയും ബാധ്യത. ഞാനിതിനകത്ത് ആകെ പെട്ടുപോയത് ആഭ്യന്തര കുറ്റവാളി എന്നുള്ള ടൈറ്റിൽ മാത്രം അവര് രജിസ്റ്റർ ചെയ്തിരുന്ന ടൈറ്റില് ഫിലിം ചേംബറിന്റെ അനുമതിയോടുകൂടി അവർ ആ ടൈറ്റിൽ ക്യാൻസൽ ചെയ്തതിനു ശേഷം അവിടെ വെച്ചിട്ട് ഉണ്ടാക്കിയ എഗ്രിമെന്റ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ആ ടൈറ്റിൽ മാത്രമാണ് ഞാൻ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത്. ഈ സിനിമയില് 1 രൂപ പോലും, അതായത് ഒരു സേഫ്റ്റി പിന്ന് വാങ്ങിച്ച കാശ് പോലും ഈസി ഫ്ലൈ എന്ന് പറയുന്ന കമ്പനിക്കോ വിവേക് വിശ്വനോ അനീഷ് എന്ന് പറയുന്ന ഒരാളുണ്ട്, അയാൾക്കോ ഇതിനകത്ത് ഒരു പങ്കുമില്ല. അത് തെളിയിക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ കാശ് കൊടുക്കാൻ തയ്യാറാണ്. കാരണം എനിക്ക് ഇത്രയും പൈസ ബ്ലോക്കാക്കി വെക്കേണ്ട കാര്യമില്ല, ഈ സിനിമ റിലീസ് ചെയ്തിരിക്കേണ്ട കാര്യമില്ല. സിനിമയിൽ ഇപ്പോ ആസിഫ് അലിയാണ് മെയിൻ നായകനായിട്ടുള്ളത്. ജഗദീഷ് അടക്കം പ്രൊമോഷൻ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. അപ്പൊ ഈ ടീമിന്റെ മൊത്തം സപ്പോർട്ടും ഇപ്പൊ നിങ്ങൾക്ക് ഉണ്ടോ? തീർച്ചയായും ഉണ്ട്. നമ്മള് ഒരു പ്രസ് മീറ്റ് വിളിക്കാൻ ഉദ്ദേശിച്ചില്ല. അപ്പൊ ഇന്നലെ എന്നെ ഇതുപോലെ ഏതോ ഒരു ചാനലിൽ നിന്ന് വിളിച്ചിട്ട് അവർ കുറെ കാര്യങ്ങൾ ചോദിച്ചു. അതായത് വിവേക് വിശ്വൻ അവരെ കോൺടാക്ട് ചെയ്തിട്ട് ഇത് മീഡിയയിൽ കൊടുക്കണം, ന്യൂസിൽ കൊടുക്കണം എന്ന് പറഞ്ഞ് ആ ഒരൊറ്റ കാരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഞാൻ പ്രസ് മീറ്റ് വിളിച്ചത്. കാരണം എല്ലാവരും എന്നെ വിളിച്ചിട്ട് ചോദിക്കണമെന്നില്ല, എല്ലാ ചാനലുകളും വിളിക്കണമെന്നില്ല. അപ്പോ ഇന്നലെ നമ്മൾ ഫേസ്ബുക്കിലായിട്ട് ആസിഫും ഞാനും നമ്മൾ 3 പേരുമായിട്ട് വന്ന് ഫേസ്ബുക്കിൽ വന്ന് പറയാനിരുന്ന കാര്യമാണ് ഇന്ന് ഇത്രയും ഇവിടെ വിളിച്ച് ഇത്രയും ഇതായിട്ട് പറഞ്ഞു. തീർച്ചയായിട്ടും ആസിഫ് എന്ന് പറയും, എന്റെ സിനിമയിലുള്ള ഒരാളിനോടും എനിക്ക് ഒരു പ്രശ്നമില്ല. അതായത് എന്ത് ഫൈനാൻസ് സാമ്പത്തിക ഇടപാടായിക്കോട്ടെ, വേറെ എന്തെങ്കിലും ഇഷ്യൂ ആയിക്കോട്ടെ, ഒരാളുമായിട്ട് ഒരു പ്രശ്നമില്ല. ഞാൻ ഇതിനു മുമ്പും ബേസിൽ വെച്ച് പടം ചെയ്തിട്ടുണ്ട്. അവരുമായിട്ട് എനിക്കൊരു പ്രശ്നങ്ങളില്ല, തർക്കങ്ങളില്ല, സാമ്പത്തിക പ്രശ്നങ്ങളില്ല. അപ്പൊ അവസാനമായിട്ട് ചോദിക്കട്ടെ, സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് നീതി കിട്ടും എന്ന് പ്രതീക്ഷയുണ്ടോ? എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ? എന്തായാലും നിങ്ങൾക്ക് കയ്യിൽ നിന്ന് കുറെ കാശ് പോയി. ഇപ്പൊ എന്തായാലും കോടതി ചെലവിനായിട്ട് കാശ് പോകുന്നുണ്ട്. എങ്ങനെ പോയാലും ഇപ്പൊ റിസൾട്ട് വരുന്ന സമയത്ത് എന്തായാലും നഷ്ടപരിഹാരം നിങ്ങളുടെ ഇറങ്ങിയ കാശിന് എന്തായാലും കൂലി ഉണ്ടാവണമല്ലോ. അപ്പൊ ഈ പറഞ്ഞ ഈ വിവേകിന്റെ തീർച്ചയായിട്ടും ആദ്യം ഈ വരുന്ന വീക്കില് സുപ്രീം കോടതിയിൽ നിന്ന് ഓർഡർ വന്ന് സിനിമ റിലീസ് ചെയ്യുക. അത് കഴിഞ്ഞ് അടുത്ത എന്റെ ഏറ്റവും അത്യാവശ്യമായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം, വിവേക് ആയിക്കോട്ടെ ആരൊക്കെയാണോ, ഇപ്പൊ ഈസി ഫ്ലൈയെ ഞാൻ വിടേണ്ട കാര്യമില്ല. കാരണം എനിക്ക് ഉണ്ടാവാൻ പോകുന്ന നഷ്ടം എത്രയാണെങ്കിലും അത് തരാൻ അവർ ബാധ്യസ്ഥരാണ്. അതുപോലെ ഇതിന്റെ മെയിൻ്റെബിലിറ്റി ചലഞ്ച് ചെയ്തുകൊണ്ട് ഒരു കംപ്ലൈന്റ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇവരുടെ അടുത്ത് രേഖകൾ ഉണ്ടെന്ന് പറയുമ്പോൾ ആ രേഖകൾ അവിടെ ഹാജരാക്കുന്നു കോടതിയിൽ. ഇതൊന്നും ചെയ്തിട്ടില്ല ഇന്ന് വരെ. അപ്പൊ ഇത് സുപ്രീം കോടതിയിലെ ഒരു മോഷൻ ഹിയറിംഗ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അത് പെട്ടെന്ന് ഇതുപോലെ ഒരുപാട് നാൾ നീണ്ടുപോകില്ല. അത് ചിലപ്പോൾ സിനിമ റിലീസ് ചെയ്യാനുള്ള അനുമതി തന്നാലും എനിക്ക് ബാക്കി കാര്യങ്ങൾ നമ്മൾ ട്രയൽ കോർട്ടിലായിരിക്കും ഇതൊക്കെ പ്രൂവ് ചെയ്യേണ്ടത്, മനസ്സിലായി. അപ്പൊ അതിന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. എനിക്ക് വേറെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ സുപ്രീം കോടതി പോയി ഇത്രയും ധൈര്യം. കാരണം എന്റെ സൈഡിൽ 100% എനിക്ക് ഉറപ്പുകൊണ്ടാണ് പോയത്. ഒരിക്കലും നിങ്ങൾ പറയുന്ന കണക്ക് ഞാൻ എന്റെ സൈഡിൽ നിന്ന് ഒരു പാളിച്ച് ഒരു വീഴ്ചയും പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരും ഇവിടെ ഇരിക്കില്ല, നിങ്ങൾ ആരും ഇവിടെ വരില്ല. ഞാൻ ഈ കാശ് കൊടുത്തിരിക്കും, മനസ്സിലായില്ലേ? ഇവർക്ക് ആ കാശ് കൊടുത്തിരിക്കും. പക്ഷെ ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല. പിന്നെ ഞാൻ വളരെ സത്യസന്ധമായിട്ട് പറയുന്നു, ഇതുപോലെ സമാനമായ ഈ ഉസ്മാൻ എന്ന് പറയുന്ന ആളെ ഞാൻ കണ്ടിട്ടില്ല. അയാളാണ് എന്റെ എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും എന്തിനാ PRO പോലും വിളിക്കുന്നത്. എന്തിനാണ് 2 മാസം വരെ ഈ സിനിമ നീണ്ടുപോകും, നിങ്ങൾക്ക് നഷ്ടമല്ലേ, നിങ്ങൾ കാശ് കൊടുത്ത് സെറ്റ് ചെയ്യാൻ വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കൊടുത്ത് ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്. എനിക്ക് ആ 25 ലക്ഷം രൂപയേക്കാൾ വലുതാണ് ഇനി ഒരാൾ പെടരുത്. എന്നെ പോലെ വരുന്ന ഒരാള് ഇതുപോലെ വന്ന് പെട്ടുപോകും. കാരണം എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, സുപ്രീം കോടതി കേസ് നടത്താൻ അത്രയും ചെലവുണ്ട്. അത് ഞാൻ ശരി, എനിക്ക് ആദ്യം ഇതുപോലുള്ള ആൾക്കാർ ഇനി വരാൻ പാടില്ല. സ്വാഭാവികമായിട്ട് ഞാൻ ആ മീഡിയക്കെതിരെയും കേസും. കാരണം ഇവരുടെ സപ്പോർട്ടോടും കൂടി ഈ വിവേക് വിശ്വൻ എന്ന് പറയുന്ന ആള്, ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? 7-ാം തീയതി ഈ ഓർഡർ കംപ്ലീറ്റ് മാധ്യമങ്ങൾക്ക് അയക്കുന്നു, എല്ലായിടത്തും അയക്കുന്നു. അപ്പൊ ചോദിച്ചു എന്നോട്, അയാൾ എന്നോട് പറഞ്ഞതാണ്, ഇതൊന്നും ഞാനല്ല ചെയ്യുന്നത്, എന്റെ മോള് സത്യം ഉസ്മാനാണ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് അയാൾക്ക്? അപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, ആ കേസ് കോംപ്രമൈസ് ആവാൻ അവര് തമ്മിലുള്ള ഡീല് കഴിഞ്ഞാലും സിനിമയിൽ നിന്ന് കിട്ടുന്ന പൈസ അവർക്ക് വീതം വെക്കലാണ്. അല്ലാതെ ഇതിനകത്ത് ഞാൻ നോക്കിയിട്ട് ഒരു കാര്യമില്ല. അല്ല, അതാണ് ഉസ്മാൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. പേരെടുത്ത് പറഞ്ഞു എന്ന് പറയുന്നത് കമ്പനി ആയിരിക്കും. പേര് വന്നതിന്റെ പേരിൽ തെളിവുകളുണ്ട്. അല്ല, അതാണ് ഇതിനെ കുറിച്ചുള്ള, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളുടെ എത്ര മാധ്യമങ്ങളിൽ ആദ്യം ഈ പടത്തിന്റെ ഒരു സ്റ്റേ വന്നപ്പോൾ നിങ്ങൾ കൊടുത്തു എന്ന് എനിക്കറിയില്ല, എത്ര പേര് ചെയ്തു എന്ന് എനിക്കറിയില്ല.
ഞാൻ സ്വാഭാവികമായിട്ട് ഈ സ്റ്റേ വെക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതുപോലെ ഒരു പ്രസ് മീറ്റ് ഒന്നും വിളിച്ചില്ല. കാരണം എന്തിനാണ് എന്റെ സിനിമ വെറുതെ ആവശ്യമില്ലാത്ത ഇഷ്യൂലോട്ട് വീണ്ടും വീണ്ടും കൊണ്ടുപോകണം, ഞാനത് ഒഴിവാക്കി. ഇപ്പൊ എനിക്ക് നിവൃത്തിയില്ല, കാരണം എനിക്ക് വന്നേ പറ്റും. കാരണം ഇനി ഈ സിനിമ സത്യം പറഞ്ഞ ഈ സിനിമ തിയേറ്ററിൽ വന്ന് ഇത് സക്സസ് ആവണം. എനിക്കിതിന്റെ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത് നല്ലൊരു സിനിമയാണ്, തീർച്ചയായിട്ടും സക്സസ് ആവും.